അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1340. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നിശ്ചയം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അലാ അദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, അലാമാ യംഹുല്ലാഹു ബിൽ ഖതായ, അല്ലാഹു തആല പാപങ്ങളെ മായ്ച്ചു കളയുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, വയർഫഉ ബിഹി ദറജാത്ത്, ഇത് കാരണം അല്ലാഹു തആല അവന്റെ പദവി ഉയർത്തും, പാപങ്ങൾ മായ്ക്കപ്പെടുകയും അവന്റെ ദുനിയവിലും ഉഖ്റവിലുമായ പദവി ഉയർത്തപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക്, അത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ. ഖാലു, സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ, എന്താ നബി അറിയിച്ചു തരും. ഖാല ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്ബാഹുൽ വുദൂഇ അലൽ മക്കാരിഹ്, വെറുക്കപ്പെടുന്ന സമയങ്ങളിൽ വുദൂ സമ്പൂർണമായ നിലക്കെടുക്കുക. ശക്തമായ തണുപ്പുണ്ട് ഈ സമയങ്ങളിലൊക്കെ ഓരോ അവയവത്തിനും കൊടുക്കേണ്ട ഹക്കുകൾ പൂർണ്ണമായും കൊടുത്ത് വുദൂ എടുക്കുക, സുന്നത്തുകളൊക്കെ പാലിച്ച് സമ്പൂർണമായ വുദൂ എടുക്കുക. അതുപോലെ വകസറത്തുൽ ഖുത്വാ ഇലൽ മസാജിദ്, പള്ളിയിലേക്കുള്ള നടത്തം അധികരിപ്പിക്കുക. പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോവുക. ആ ഓരോ ചവിട്ടടിയും അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയാനും ദുനിയയും ഉഖ്റവിയുമായ പദവി ഉയരാനും ഇത് കാരണമാണ്. വന്തിദാറു സ്വലാത്തി ബഅദ സ്വലാ, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരം പ്രതീക്ഷിച്ച് പള്ളിയിലിരിക്കുക. ഇതൊക്കെ വലിയ പുണ്യമുള്ള അമലുകളാണ്. നിസ്കാരം കഴിഞ്ഞ് അടുത്ത ജമാഅത്ത് പ്രതീക്ഷിച്ച്, അത്യാവശ്യത്തിന് വേണ്ടിയൊക്കെ പുറത്തു പോയാലും പള്ളി ജമാഅത്ത് പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുക, അടുത്ത ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോകണം. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവന്റെ പാപങ്ങളെ പൊറുപ്പിച്ചു കളയും, അവൻക്ക് ദറജ ഉയർത്തപ്പെടും. അദാലിക്കും വിബാത്ത്, ഇത് വിബാത്ത് എന്നുള്ള അല്ലാഹുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കലാണ്. ഇതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടം എന്താണ്? അവന്റെ ദേഹേച്ഛയെ അടക്കി നിർത്തി അവന്റെ പിശാചിനെ, അവനെ വഴിതെറ്റിക്കുന്ന പിശാചിന്റെ എല്ലാ വഴികളെയും അവൻ തടയുകയും അവന്റെ ദേഹേച്ഛയെ അടക്കി നിർത്തി അല്ലാഹുവിലേക്കുള്ള ബന്ധത്തെ ഊഷ്മളമാക്കുന്ന കാര്യങ്ങളാണിത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ അവന് പാപങ്ങൾ പൊറുക്കപ്പെടാനും ദറജ ഉയർത്തപ്പെടാനും ഇത് കാരണമാണ്. അല്ലാഹു തആല ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.